നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ സഹവാസം കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒരാളുടെ മനസ്സിന് കുറച്ചുകൂടി ഊർജവും ആത്മാവിൽ അല്പം പ്രകാശവും വീശാൻ സാധിച്ചാൽ അതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവൃത്തി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്, വിശ്വസിക്കുന്നതും. നേരെ മറിച്ച് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ കുറച്ചുകൂടി ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും കുറച്ചുകൂടി ദുഃഖിതനാവുകയും അസൂയാലു ആവുകയും അസ്വസ്ഥനാകുകയും ചെയ്താൽ നമ്മൾ ദൈവാത്മാവിൻ്റെ ചൈതന്യമുള്ള ആളുകളെ അല്ല. ദൈവാത്മാവിൻ്റെ ചൈതന്യത്തോടു കൂടിയാണ് നമ്മൾ വ്യാപരിക്കുന്നതെങ്കിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ സൗഹൃദം കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് ആളുകൾക്ക് ഉന്മേഷവും ഉണർവും ജീവിതത്തിൽ പ്രത്യാശയും സഹനങ്ങൾക്ക് അർത്ഥം കണ്ടെത്താനും പരിശ്രമിക്കുവാനുള്ള ഒരാഗ്രഹവും കൂടുതൽ കൂടുതൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ടുള്ളൊരു വിശ്വാസവും കരുത്തുമൊക്കെ പകർന്നു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആരുടെ കൂടെയാണോ ദൈവമുണ്ടെന്ന് അയാൾ വിശ്വസിക്കുന്നത്, ആ വിശ്വാസം ധൈര്യമാണ്. ആ ധൈര്യമാണ് നമ്മളെ പ്രവർത്തനോന്മുഖരാക്കുന്നത്.